പക്ഷേ ആകസ്മികമായിട്ടുള്ള ഒരു വിമാനാപകടത്തിൽ ബാരാമതിയിൽ ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു. അടിയന്തരമായിട്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ അജിത് പവാർ മരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും മരിച്ചു. വളരെ ആകസ്മികമായിരുന്നു. അവിടെ ആംബുലൻസ് പോലും പോലീസുകാർ തലയിലേറ്റിയാണ് ഇവരുടെ ദേഹം കൊണ്ടുപോയത്. അജിത് പവാറിന് അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. വീഴുമ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ ഈ ഒരു അപകടത്തിൽ? ദുരൂഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ദുരൂഹമാണ് മരണം. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേര്, അദ്ദേഹം സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വിമാനം പ്രൈവറ്റ് ജെറ്റ് വിമാനമാണ്. അപ്പം അദ്ദേഹം ഇപ്പം അറിയാമല്ലോ, ഇപ്പം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി, അതായത് ഒരുപക്ഷെ NCP ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് NCPയുടെ സ്ഥാപകൻ. അദ്ദേഹം അവിടുത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു, അധികായകനായിരുന്നു. ഇദ്ദേഹം NCPക്ക് അകത്ത് നിന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവരുടെ NCPക്ക് അകത്തുള്ള വിഷയം വേണമെങ്കിൽ കുടുംബ പ്രശ്നം എന്ന് പറയാം. കാരണം NCPക്ക് അകത്ത് ശരത് പവാർ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തീരുമാനിച്ചിരുന്നതാണ് ഈ പറയുന്ന അജിത് പവാറിനെ. അപ്പോൾ പിന്നെ മകൾ വന്നു. മകളെ ആ അവസരത്തിൽ അജിത് പവാർ മറികടക്കുമോ അല്ലെങ്കിൽ അജിത് പവാറിനപ്പുറം മകളെ കൊണ്ടുപോരുമോ എന്ന് തോന്നിയപ്പോൾ കുടുംബത്തിലാണെങ്കിൽ പോലും പരസ്പരം ആരുടെ നേതൃത്വത്തിൽ NCP എന്നുള്ളൊരു തർക്കം വരികയും ഒരുപക്ഷെ ആ കാരണം കൊണ്ട് തന്നെ അമ്മാവനുമായിട്ട് പിണങ്ങി BJPയുടെ കൂടെ കൂടി MLA-മാരെ കൊണ്ടുവന്ന്. പക്ഷേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട് പോലും അമ്മാവന് ഒരുപക്ഷെ മരുമകന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. പക്ഷെ ഇപ്പം ഏറ്റവും അവസാനം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനകത്ത്, അതായത് അവിടെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതിനകത്ത് ഈ പറയുന്ന BJPയുടെ അപ്രമാദിത്വം, ഒരുപക്ഷെ BJP അറിയാമല്ലോ, ഇവർക്ക് എപ്പോഴും NCPക്ക് ശരത് പവാറിന് ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൈ ഉണ്ടായിരുന്നു. കരിമ്പ് വ്യവസായ മേഖലയിലെ ഒരു 50 MLA-മാർ എങ്ങനെ വന്നാലും ശരത് പവാറിന് കാണും. അത് അദ്ദേഹത്തിന് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയും ആ സംവിധാനവുമായിരുന്നു അവരുടെ ബലം. അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് അവിടെയും BJP കയറിയിരിക്കുന്നു. മനസ്സിലാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ അപ്രമാദിത്യം ഉണ്ടാകുമെന്ന് കണ്ട് അവിടെ ഈ ഉടക്കി നിന്നവർ 2 പേരും കൂടി പോലും പരിശ്രമിച്ചിട്ടുണക്കുകയും അവിടെ BJPയൊക്കെയാണ് അപ്രമാദിത്വം വന്നത്. അപ്പം ആ ഒരു കൂട്ടിയോജിപ്പിക്കലിന് അജിത് പവാർ ശ്രമിച്ചു, അല്ലെങ്കിൽ അമ്മാവൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നാൽ എനിക്ക് അപകടം ഉണ്ടാകുന്നിടത്തേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുന്നതിനകത്ത് പൊളിറ്റിക്സ്, ഒരുപക്ഷെ ബ്ലഡ് റിലേഷൻ അപ്പുറം വേറെ വല്ല ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത് അത് കുടുംബാത്മകം, പിന്നെ നമ്മുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ നോക്കുമ്പം അദ്ദേഹം വീണ്ടും അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ ഈ പറയുന്ന NCP വീണ്ടും ശക്തിയാവും, ശരത് പവാറിന്റെ കയ്യിലാകും, മകൾക്ക് അതിനകത്ത് നേതാവാൻ പറ്റും. അജിത് പവാർ ഉണ്ടാവാതിരുന്നാൽ മതി. ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞു. കാരണം ഇന്ദിരാഗാന്ധി ഈ പറഞ്ഞതുപോലെ സ്വന്തം മകനെ തൻ്റെ തിട്ടൂരത്തിന് അല്ലെങ്കിൽ നാളെ കാലത്തെ ബാധ്യമാവുമെന്ന് കണ്ടപ്പോൾ പുറത്ത് പൊങ്ങിയതിനകത്ത് ഡീസലില്ലെന്ന് പറഞ്ഞ ആരോപണം ഇപ്പോഴും ഉണ്ട്. ഓർമ്മയുണ്ടോ? സഞ്ജയ് ഗാന്ധി മേപ്പോട്ട് പൊങ്ങി താപ്പോട്ട് മേളിൽ ചെന്നപ്പോഴത്തേന് അതിൻ്റെ അകത്ത് പെട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ധനം ഇല്ലായിരുന്നു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനകത്ത് അങ്ങനെ സംഭവിപ്പിച്ചല്ലേ ഒരു വിമാനാപകടം, ഒരു അട്ടിമറി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മഹേഷ് പറഞ്ഞ പോലെ തന്നെ, അതായത് സുപ്രിയ സുലെയെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിനു മുമ്പേ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവാണ് ഈ അജിത് പവാർ എന്ന് പറയുന്നത്. വ്യവസായിയുമാണ്, നല്ല പണക്കാരനും. അതാണല്ലോ സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് ലൈനൊക്കെ ഉള്ളത്. ആ ജെറ്റ് ലൈൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവശ്യത്തിന് പോയതാണ്. ആ സമയത്ത് അത് സംഭവിക്കുക. അതിന് തൊട്ട് മുമ്പ് പൂനെ തെരഞ്ഞെടുപ്പിൽ ഈ അമ്മാവനും അനന്തരവനും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത്. അതായത് ശരത് പവാറിൻ്റെ NCP അത് പ്രാദേശിക പാർട്ടി, അത് പ്രാദേശിക കക്ഷിയായിട്ട് മാത്രം മാറി. NCP എന്ന് പറയുന്നത് മറ്റേ മെയിൻ എന്ന് പറയുന്നത് അജിത് പവാറിൻ്റെ കയ്യിലാണ്. അതിൻ്റെ ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അജിത് പവാറിന്. അവർ രണ്ടും ഒരുമിച്ചാണ് പൂനെയിൽ മത്സരിച്ചത്. പക്ഷേ പൂനെയിൽ മത്സരിച്ച് വലിയ ട്രാജഡി ആയിപ്പോയി, വൻ പരാജയം ഏറ്റുവാങ്ങിയത്. അതുപോലെ ഈ പറഞ്ഞല്ലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ BMC, അതിലും അവർക്ക് വലിയ പരാജയം, നാണംകെട്ട പരാജയമായിപ്പോയി. അപ്പോൾ ഈ അജിത് പവാർ എന്ന് പറയുന്ന ആൾ കുൽസിതം കാണിക്കുന്ന ഒരാളാണ്. നേരത്തെ അറിയാമല്ലോ, അദ്ദേഹം പേരിലെ കുറച്ച് അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം നേരെ BJPയിലേക്കൊന്ന് പോയി. അവിടെ അലക്കി യന്ത്രത്തിലിട്ട് അലക്കി ആ അഴിമതി ആരോപണമെല്ലാം മാറ്റി നേരെ തിരിഞ്ഞ് ശരത് പവാറിൻ്റെ അടുത്തും സുപ്രിയ സുലെയുടെ അടുത്തും തിരിച്ചു വന്നു ഒരു തവണ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വരവിലാണ് ഇപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനിട്ടൊരു പണി ചിലപ്പോൾ ശരത് പവാർ അതിന് കഴിവുള്ളതല്ല. ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് വിന്ധ്യാപർവ്വതത്തിന് ഇപ്പോഴത്തേക്ക് കോൺഗ്രസ് വരുന്നത് തടഞ്ഞ്
നിർത്തിയ ഇന്ദിരാഗാന്ധി അല്ല, സോണിയാഗാന്ധിയെ തടഞ്ഞു നിർത്തി വിന്ധ്യാപർവ്വതത്തിന് ഇപ്പുറത്തേക്ക് ആ കോൺഗ്രസ് വരുന്നത് തടഞ്ഞു നിർത്തിയ. അത് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണെങ്കിൽ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിൽ നിന്ന് വേറൊരു അദ്ദേഹം വേറെ സ്വന്തം പാർട്ടി, അതാണ് പിന്നെ കോൺഗ്രസ് യു, അങ്ങനൊരു പാർട്ടി, ശരത് പവാറിൻ്റെ പ്രത്യേകമായിട്ട് പാർട്ടി ഉണ്ടാക്കി അവിടെ വിജയിച്ച നാളാണ്. PC ചാക്കോയുടെ അടുത്ത സുഹൃത്തും കൂടാണ് ഇദ്ദേഹം. ഈ കരിമ്പ് വ്യവസായ മേഖലയിൽ മാത്രമല്ല അദ്ദേഹം കാലുവെച്ചിരിക്കുന്നത്, പിന്നെ മുന്തിരി വ്യവസായത്തിലും. മുന്തിരി നമ്മുടെ പാക്കറ്റിലൊക്കെ ആക്കി, ഇവിടെ ശരത് എന്ന് പറഞ്ഞൊരു തരം പാക്കറ്റിൽ മുന്തിരിങ്ങ വരില്ലേ, അത് ശരത് പവാർ ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ്, അതുവഴിയാണ് വരുന്നത്. അപ്പോൾ വലിയ സ്വാധീനമുള്ള മറാത്ത നേതാവാണ് ഇദ്ദേഹം. എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് സംഘങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട്. ആ തരത്തിൽ എന്തെങ്കിലും ചെയ്തതാണോ? അല്ല, അതൊക്കെ നമുക്ക് ഞാനതാദ്യം പറഞ്ഞ് അങ്ങനെ സംശയിക്കാം. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ ബോംബെ ക്ലാഷിനകത്ത് ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ പലവട്ടം ചർച്ച വന്നിട്ടുള്ള ആളാണ് ഈ ശരത് പവാർ. ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിന് നമ്മുടെ ഇപ്പൊ അജ്ഞാതൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഈ കോൺഗ്രസ് ഭരണകാലത്ത് ഈ ദാവൂദ് ഇബ്രാഹിമിനെ സ്പോട്ട് ചെയ്ത് ഇന്നടത്ത് വരുമ്പോൾ വെടിവെക്കുന്നതിന് മുമ്പ് ഒരു അനുവാദം കൂടെ ഇന്ത്യയിൽ മേടിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അത്തരത്തിൽ രഹസ്യമായിട്ട് പാകിസ്ഥാനിൽ കയറിയ ഓപ്പറേഷൻ നിന്ന ആൾക്കാരെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഫോണിൽ അന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും അധികായകനായിട്ടുള്ള നേതാവായിരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവിന്റെ ഫോൺ അന്നൊരു വെളിപ്പെടുത്തലുണ്ടായിരുന്നില്ല. അതിന്റെ കമാൻഡോ ഓപ്പറേഷന് പോയത് ഫോൺ കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അപ്പം അത്തരത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി മഹാരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്ന്. അവിടുത്തെ രാഷ്ട്രീയം അവിടെ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞാൽ എല്ലാവിധമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും. അതായത് ഈ ദാവൂദ് ഇബ്രാഹിം അധോലോക പൊളിറ്റിക്സ് ആണ് മഹാരാഷ്ട്രയിലുള്ളത്. ആ പൊളിറ്റിക്സിനകത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജിത് പവാർ തിരിച്ചു വന്നപ്പോൾ ആ തിരിച്ചു വരവ് ഇങ്ങനെ വരുമ്പോൾ ഈ ശരത് പവാറിലേക്ക് ഈ NCP തിരിച്ചു വരുന്നൊരവസ്ഥ വന്നാൽ അതിനകത്ത് അജിത് പവാർ കൂടെ വേണ്ട, എൻ്റെ മകളായിക്കോട്ടെ എൻ്റെ നേതാവെന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയുണ്ട്. മാത്രമല്ല ഇന്ന് ജനുവരി 26 പാർലമെന്റ് കൂടുന്ന ദിവസം, അതായത് ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സമ്മേളനം ഇന്നലെ വിചാരിച്ചിരുന്നത് ഇന്ന് നടത്തിയതാണോ എന്ന് അറിയാൻ പറ്റും. കാരണം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൈകാര്യം ചെയ്താൽ മതിയല്ലോ. അതായത് ഇന്നലെ ആഗസ്റ്റ് റിപ്പബ്ലിക് ഡേക്ക് പല രീതിയിൽ ജനുവരി 26 പല രീതിയിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പലയിടത്തും പൊട്ടിത്തെറിപ്പിക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർ ശ്രമിക്കുന്നു. ഈ നമ്മുടെ സിഖ് ഇവരുണ്ടല്ലോ, ഖാലിസ്ഥാൻവാദികൾ, അവരുടെ ശ്രമമുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഭീകരന്മാർ ഇന്ത്യയിൽ കടന്നിരിക്കുന്നവരെയുള്ള റിപ്പോർട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള കരുതലുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇന്നലെ നടക്കാതെ പോയത് ഇന്ന് അങ്ങ് നടത്തിയതാണോ? ഏതായാലും ദുരൂഹമാണ്. ഈ വിഷയത്തിനകത്ത് അമിത്ഷാ ഇടപെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫഡ്നാവിസ് അമിത്ഷായുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ ചെയ്തിരിക്കുന്നു. അതായത് ഏതായാലും അന്വേഷണം വളരെ വലിയ വലിപ്പത്തിലാണ് നടക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഒരു വലിയ അപകടമാണ്. അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു സ്വാഭാവിക അപകടത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നറിയേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു രീതിയിലേക്കാണ്. ഏതായാലും നമ്മൾക്ക് ബോംബെ ആയതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ NCPയുടെ നേതാവായതുകൊണ്ടും ഇന്ന് ഈ ഇന്ത്യക്കകത്തെ രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ശരിയായ ഒരു ക്രാഷ് ആണോ എന്ന് റിസൾട്ട് വന്നതിന് ശേഷമേ പറയാൻ സാധിക്കൂ. അതായത് ഇപ്പം മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നു, അന്വേഷണം വേണമെന്ന് ബംഗാളിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ. BJPക്ക് ഒരു റോൾ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യപ്പെടലാണ്. എന്തായാലും ഇത് ശരത് പവാർ എന്ന് പറയുന്ന ആൾ ഇപ്പം എന്തായാലും ഫഡ്നാവിസ് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം സുഖമായിട്ട് ഭൂരിപക്ഷം നേടിയിരിക്കുക. അങ്ങേർക്ക് അല്ല, ഈ BJPക്ക് അവിടെ അതിനകത്തൊരു കാര്യമില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് NCP തിരിച്ചു വന്നാൽ ശരത് പവാർ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വന്ന് ഏതാണ്ട് തീരുമാനമാക്കിയിരിക്കുന്ന പോലുള്ള വാർത്തകളാണ് വരുന്നത്. ആ തിരിച്ചുവരവിനകത്ത് പറഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ കൂടെ അജിത് പവാർ വേണ്ട എന്ന് ശരത് പവാർ തീരുമാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അതിനുള്ള കൗശലമുള്ള നേതാവ്, കഴിവുമുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.